നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കായ ഉപ്പേരിയുടെ റെസിപ്പിയാണ്. എങ്ങനെയാണ് കായ ഉപ്പേരി നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ഇവിടെ ഞാൻ 2 പച്ച കായേനെയാണ് എടുത്തിരിക്കുന്നത്. തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് നമുക്കിതിനെ കട്ട് ചെയ്ത് എടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കണം എന്ന് പറയാൻ മെയിനായിട്ടുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, അപ്പോഴാണ് അതിൽ ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച കായനെ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം. വെള്ളത്തിൽ ഇട്ടുകൊടുക്കുമ്പോൾ കായയുടെ കളർ മാറില്ല. അതുകൊണ്ടാണ് വെള്ളത്തിൽ ഇട്ടുകൊടുക്കണം എന്ന് ഞാൻ പറയുന്നത്. പിന്നെ നമുക്ക് അടുപ്പത്ത് ഒരു പാനിൽ 1 ഗ്ലാസ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിൽ ഇട്ട കായേനെ ഈ അടുപ്പത്ത് വെച്ച പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേവിക്കാൻ വേണ്ടിയിട്ട്. കായ ഉപ്പേരി എപ്പോഴും വെന്തതിൻ്റെ ശേഷം വറുത്തിടുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുള്ളൂ. ഇവിടെ ഞാൻ പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് പതുക്കെ ഒന്ന് ഇളക്കി അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. 10 മിനിറ്റ് ആയതിൻ്റെ ശേഷം നമുക്ക് ഇതിനെ തുറന്ന് നോക്കാം. കായ വെന്തിട്ടുണ്ടാവും. ഒന്ന് എടുത്ത് നോക്കിയാൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒന്ന് പതുക്കനൊന്ന് ഉടയണം. അപ്പോഴാണ് വറുത്തിട്ടതിന് ശേഷം നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുള്ളൂ. നേന്ത്രക്കായൊക്കെ ആകുമ്പോൾ ഒന്ന് കുക്കറിൽ ഇട്ടിട്ട് വിസിലടിച്ചെടുത്താൽ മതി. ഇവിടെ ഞാൻ വറുത്തിടാൻ വേണ്ടിയിട്ട് പാനിൽ ഒരു 2-3 ടീസ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 മീഡിയം ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിടി കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാൻ പതുക്കനൊന്ന് ചുവന്നനാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊരു ഉപ്പേരിയിലും ഉള്ളി കുറച്ച് കൂടുതൽ ഉപയോഗിച്ച ഉപ്പേരി നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ 2 മീഡിയം ഉള്ളി എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ തരിമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും രണ്ടും കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. തരിമുളക് പൊടി മാത്രമായാലും അത്ര രുചി ഉണ്ടാവില്ല, മുളക് പൊടി മാത്രമായാലും രുചി ഉണ്ടാവില്ല. ഇവിടെ വേവിച്ച് വെച്ച കായനെ നമുക്ക് ഈ അടുപ്പത്ത് വെച്ച കടായിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഊറ്റിയിട്ട് വേണം ഇടാൻ. അപ്പോൾ ഇത് കായൊക്കെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുളകൊക്കെ ഫുള്ള് കായയിൽ നന്നായിട്ട് പിടിക്കണ വരയ്ക്ക് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കായപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കായ ഉപ്പേരി ആയാലും ചേന ഉപ്പേരി ആയാലും വേവിച്ചതിൻ്റെ ശേഷം വറുത്തിട്ട് നമ്മൾ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക. പിന്നെ നമുക്ക് ഉള്ളി കുറച്ച് കൂടുതലെടുത്താൽ ഉപ്പേരിക്ക് നല്ല രുചി ഉണ്ടാവും. അതേപോലെ വറുത്തിട്ടതിൻ്റെ ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. തരിമുളക് പൊടി മാത്രമല്ല, അല്ലെങ്കിൽ മുളക് പൊടി മാത്രമല്ലാണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഉപ്പേരി വറുത്തിട്ടാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.